നമ്മളങ്ങനെ ഗിവ് അവേയുടെ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് കൊറിയർ ചെയ്തു കേട്ടാ. 3 ഗിഫ്റ്റായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ അന്ന് കാണിച്ച ആ ഗിഫ്റ്റുകൾക്ക് പുറമേ ഒരു കീ ചെയിനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വിന്നേഴ്സിൻ്റെ കറക്റ്റ് നെയിം അറിഞ്ഞതിന് ശേഷം അവരുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ 3 പേരുടെയും ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടുള്ള കീ ചെയിൻ ഉണ്ടാക്കിയിട്ട് അതൊക്കെ പാക്കറ്റിലാക്കി വെച്ചുട്ടാ. 2 എസ് ലെറ്ററും പിന്നെ ഒരു എയും ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞു മഗ് ഉണ്ടായിരുന്നല്ലോ, അത് സെറാമിക്കിൻ്റേതായതുകൊണ്ട് പൊട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ബബിൾ റാപ്പറൊക്കെ വെച്ചിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 3 കുഞ്ഞു മഗ്ഗുകളും ഇതേപോലെ തന്നെ പാക്ക് ചെയ്തു കേട്ടാ. പിന്നെ ബാക്കിയുള്ള എല്ലാ ഗിഫ്റ്റും കൂടിയിട്ട് ഒരുമിച്ച് വെച്ചിട്ടാണ് ബബിൾ റാപ്പർ വെച്ചിട്ട് ഞാൻ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഒരു കുഞ്ഞു പൗച്ചിൽ ഞാൻ ആ പേന വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ കുഞ്ഞു മഗ്ഗും പിന്നെ കീ ചെയിനും ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ കളർ പെൻസിലും പിന്നെ ക്യാൻഡിലും കൂടി വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഈ ബബിൾ റാപ്പർ വെച്ചിട്ടൊന്ന് ചുറ്റിയിട്ട് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇതേപോലെ തന്നെയാണ് മറ്റേ 2 പാക്ക് ചെയ്തിട്ടുള്ളത്. ടൈം കൂടുതൽ വീഡിയോയ്ക്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരെണ്ണം മാത്രം പാക്ക് ചെയ്യണത് കാണിച്ചിരിക്കണത് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ 4 സൈഡും മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഗിഫ്റ്റ് റാപ്പർ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണെങ്കിലും ഇതെല്ലാം നല്ല സേഫായിട്ട് നമ്മുടെ വിന്നേഴ്സിൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബബിൾ റാപ്പറൊക്കെ വെച്ച് ചുറ്റിയിട്ടുള്ളത്. അങ്ങനെ പൊട്ടുന്ന ഐറ്റംസും അധികമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കുഞ്ഞു മഗ്ഗുള്ളത് കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ബബിൾ റാപ്പർ വെച്ച് ചുറ്റാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് പിന്നെ ഞാൻ നമ്മുടെ ഗിഫ്റ്റ് റാപ്പർ മടക്കിയിട്ട് ഒരു കവർ പോലെ ആക്കിയിട്ട് ഒട്ടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ബബിൾ റാപ്പർ കൊണ്ട് ചുറ്റിയിട്ടുള്ളത് ഒരുമിച്ച് അങ്ങോട്ട് കയറ്റി വയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ആ കവറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അത് മടക്കിയിട്ട് വീണ്ടും ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ ഈ 3 ഗിഫ്റ്റും നമ്മൾ കൊറിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം അവരുടെ കയ്യിൽ കറക്റ്റായിട്ട് കിട്ടിയാലേ എനിക്ക് സമാധാനമാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.